ഇതിൽ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇതായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതങ്ങനെ വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫംഗ്ഷൻ ജനറേറ്റർ ഉണ്ട്. ഫംഗ്ഷൻ ജനറേറ്റർ കൊടുക്കണം, DSOടെ ചാനൽ 1 കൊടുക്കണം, ചാനൽ 2 കൊടുക്കണം. ഫംഗ്ഷൻ ജനറേറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വയറെടുത്തിട്ടാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് കപ്പാസിറ്ററിൻ്റെ ഒരു കാലിലേക്ക്. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ റെസിസ്റ്ററുടെ കപ്പാസിറ്റർ ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെയായാലും ഔട്ട്പുട്ട് കിട്ടും, അത് കാരണം കൊണ്ട് വലിയ പ്രശ്നമില്ല. കിട്ടുന്നതിൻ്റെ ഫേസ് ഡിഫറൻസ് മെഷർ ചെയ്തതാണ്. ഇപ്പോൾ ഇത് ശരിക്കും എങ്ങനെ കൊടുക്കുന്നത് നല്ലത്, കപ്പാസിറ്റർ വഴി കപ്പാസിറ്ററാണ് അതിൻ്റെ ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കപ്പാസിറ്റർ കൊടുത്തിട്ട് പിന്നെ റെസിസ്റ്റർ കൊടുത്താൽ മതി. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ് എടുക്കേണ്ടത്. ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട്, ഈ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് കൊടുക്കുന്ന ഇൻപുട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ DSO ചാനൽ 1 കൊടുത്തിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ചാനൽ 1 കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ പോസിറ്റീവ്, ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറാണ്. ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് കപ്പാസിറ്ററിൻ്റെ കാലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ അതാണ് ഇവിടേക്ക് കൊടുത്തിരിക്കുന്നത്. കപ്പാസിറ്റർ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ കപ്പാസിറ്ററിൻ്റെ കാലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ DSOടെ ചാനൽ 1, ഈ ചാനൽ 1 X എന്ന് പറഞ്ഞ സ്ഥലത്ത് എടുത്തിട്ട് DSOടെ ചാനൽ 1 എടുത്തിട്ട് അതേ സ്ഥലത്ത് തന്നെ കപ്പാസിറ്ററിൻ്റെ അതേ കാലിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ 2 റെഡ് വയർ. അപ്പോൾ അവിടുത്തെ 3 കണക്ഷൻ ശരിയായി. ഇപ്പോൾ ഒരു പോസിറ്റീവ്, ഇതിൻ്റെ പോസിറ്റീവ് ഈ കപ്പാസിറ്ററിലേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് എടുത്തിട്ട് റെസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഈ കാണുന്നത്. അത് എടുത്തിട്ട് റെസിസ്റ്ററിലേക്ക് 1 kΩ റെസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് മെഷർ ചെയ്ത് ചാനൽ 2ൻ്റെ DSO. അപ്പോൾ ചാനൽ 2ൻ്റെ ഇതാണ് ചാനൽ 2, അതിൻ്റെ DSOടെ പ്ലസ് എടുത്തിട്ട് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ നേരെ കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടി ചേർന്ന് വരുന്ന സ്ഥലത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നെഗറ്റീവുകൾ, ഈ 3 നെഗറ്റീവുകൾ ഒരേ പോയിന്റിലേക്കാണ്. ഈ ഫംഗ്ഷൻ ജനറേറ്റർ നെഗറ്റീവ്, DSOടെ നെഗറ്റീവ്, പിന്നെ റെസിസ്റ്ററിൻ്റെ ഈ കാലിലേക്കാണ് പോകുന്നതല്ല, താഴത്തെ കാലിലേക്ക്. അപ്പോൾ അതാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വരച്ചേക്കുന്ന ഫിഗർ അനുസരിച്ചിട്ടാണെങ്കിൽ ഇതെല്ലാം ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ പോസിറ്റീവ്, ചാനൽ 1 പോസിറ്റീവ് എല്ലാം റെസിസ്റ്ററിലേക്ക് കൊടുത്തിട്ട് കപ്പാസിറ്റർ നെഗറ്റീവിലായിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടും, അത് കാരണം എന്താ പേടിക്കണ്ട. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ വിട്ടുപോയപ്പോഴാണ് അങ്ങനെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ലൂസ് കണക്ഷൻ ആയിരുന്നു. അത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് വന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക, ചാനൽ 1 ചാനൽ 2 കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതിൽ അത്യാവശ്യം വോൾട്ടേജ് വേണം, എന്നാലേ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞിരിക്കണമെങ്കിൽ നമ്മളിതിൻ്റെ ചെറിയ സൈസിലുള്ളതായിരിക്കും കിട്ടുക. വോൾട്ടേജ് അത്യാവശ്യമുള്ളത് വേണം. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 10 വോൾട്ടേജൊക്കെ ഏകദേശം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിഗ്നൽ കിട്ടി. ഇപ്പോൾ 2 ഏകദേശം ഒരുപോലുള്ളതാക്കാം. എന്നിട്ട് അതിന് രണ്ടും ഒരേ പോയിന്റിലേക്ക് കൊണ്ടുവരാം, ചാനൽ 1 ചാനൽ 2. അപ്പോൾ നോക്കുമ്പോൾ 2 വേവും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഒരു വേവ് മാറിയാണ് ഇരിക്കുന്നത്. ചാനൽ 2 കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ വോൾട്ടേജ് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി വന്നേക്കാണ്, കപ്പാസിറ്റർ വഴി പോരും. ഇതാണ് നമ്മുടെ ഫാൻ്റെ കപ്പാസിറ്ററിലൊക്കെ കാണുന്നത് എങ്ങനെയാണ്. അങ്ങനെ വെച്ചിട്ടാണ് ഫാനൊക്കെ തിരിക്കുന്നത്, 2 ഫേസ് ഡിഫറൻസ് വരുത്തിയിട്ട്. അപ്പോൾ ഈ ഫേസിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഫേസിൻ്റെ ഡിഫറൻസ്, ഈ ഗ്യാപ്പ് വന്നേക്കുന്നതാണ് നമ്മൾ മറ്റേ ഷേപ്പിലേക്ക് ആക്കിയിട്ട് XY മോഡലിലേക്ക് ആക്കിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ Xലും Yലും കൊടുത്തിട്ടുണ്ട് ഓരോ ചാനൽ. അപ്പോൾ അതിൻ്റെ XY മോഡലാക്കാൻ ഡിസ്പ്ലേ ആക്കി കഴിയുമ്പോൾ YT മോഡാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റി XY എന്നുള്ള മോഡലിലേക്ക് മാറ്റണം. അപ്പോൾ YT എന്നുള്ളത് മാറ്റാനായിട്ട് ഇവിടെ നോക്കിയിട്ട് XY എന്നുള്ള മോഡലിൽ ഇതിലേക്ക് മാറ്റും. ഇപ്പോൾ ചെറിയ സൈസിലല്ലേ കാണുന്നത്, സൈസ് കൂട്ടാനായിട്ട് ഇത് തിരിച്ച് കഴിഞ്ഞാൽ മാറി തിരിക്കുക. അപ്പോൾ ഷേപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ വലിപ്പം കൂടിപ്പോയി. അപ്പോൾ ഇച്ചിരി കുറയ്ക്കാം. ഇനി കുറച്ച് മണി വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ വഴിയാണെങ്കിൽ കൂട്ടാം. അതിൽ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിയാൽ മതി. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ 2 ഒരുമിച്ച് അങ്ങ് കൂടിക്കോളും. അപ്പോൾ നമുക്ക് നല്ല ഇത് കിട്ടാവുന്ന പോലെ വയ്ക്കാം. ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് 2.74 kHz ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ആ ഫ്രീക്വൻസി കുറയ്ക്കണം കൂട്ടാനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ നല്ലൊരു ഇപ്പോൾ 2 kHz കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് Y1ഉം Y2ഉം കണ്ടുപിടിക്കണം. Y1 Y2 കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള ഷേപ്പാണല്ലോ കിട്ടും. ഇങ്ങനെയുള്ള ഷേപ്പ് കിട്ടുമ്പോൾ ഇതിനെ കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മാറിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, പൊസിഷൻ മാറിയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ സെൻറ്ററിലേക്ക് വരും. അപ്പോൾ ഈ പോയിൻ്റ്, സെൻറ്ററിൽ നിന്നുള്ള പോയിൻ്റ് ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ, ഈ ക്രോസ് ചെയ്യുന്ന പോയിന്റ്, അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നുള്ള പോയിന്റിൽ നിന്ന് 2 ഡിവിഷൻ മുകളിലാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മളിപ്പോൾ എഴുതാം, ഇവിടെ 2 എന്ന് എഴുതാം. പിന്നെ ഏറ്റവും മുകളിലേക്ക് ഇത് ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ്. അപ്പോൾ 1 2 3 3.4. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്നത് 3.4 ആണ് ഈ ഹൈറ്റ്, 3.4. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഈ പോയിന്റ് ഡിവൈഡ് ബൈ ഈ പോയിന്റ്, സൈൻ ഇൻവേഴ്സ്
2/3.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കിട്ടും. ഇങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്.